നമസ്കാരം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കരിക്കകത്ത് ആശ്രമം നടത്തി ജീവിക്കുന്ന ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിന്റെ വീട് ശംഖുമുഖത്ത് തന്നെയാണ്. ചാക്കയിൽ നിന്നും ശംഖുമുഖം ദേവി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ കടപ്പുറം എത്തുന്നതിന് തൊട്ട് മുമ്പ് റോഡ് സൈഡിലായിരുന്നു ആ വീട്. 80കളിൽ എന്നും സംഘർഷമായിരുന്നു ഈ മേഖലയിൽ. അങ്ങനെ നിവൃത്തിയില്ലാതെ ചെറുത്തുനിന്ന് മടുത്ത് വീടെല്ലാം വിറ്റ് കരിക്കകത്തേക്ക് മാറുകയായിരുന്നു പ്രദീപ് കുമാർ. കാതികനായും പാരലൽ കോളേജ് അധ്യാപകനായും ജോലി നോക്കി. ഇടയ്ക്ക് മുട്ടക്കച്ചവടം നടത്തി. ഇതോടുകൂടി മുട്ടസ്വാമി എന്ന പേരും വീണു. ഈ സമയത്തെല്ലാം സംഘപരിവാറുമായി ചേർന്നായിരുന്നു പ്രവർത്തനം. ശാഖയിലും പോകുമായിരുന്നു. പെട്ടെന്ന് ആത്മീയ വഴിയിലേക്ക് മാറി. ജ്യോതിഷനായി മാറുകയും ചെയ്തു. ഇതോടെ RSSൽ നിന്ന് അകലവും തുടങ്ങി. സംഘടനാ പ്രവർത്തനമെല്ലാം നിർത്തി മുഴുവൻ സമയ ജ്യോതിഷനുമായി. കവടി നിരത്തി ജ്യോതിഷം പറഞ്ഞ പ്രദീപ് കുമാർ യൂട്യൂബിൽ എത്തിയതോടെ ആഗോള പ്രശസ്തനായി. പല പ്രമുഖ ഹൈന്ദവ യൂട്യൂബ് ചാനലുകളും ദേവിദാസന്റെ വീഡിയോ കൊടുത്തു. വിവാദമായതോടെ പലതും പിൻവലിക്കുകയും ചെയ്തു. കുട്ടിയുടെ കൊലയിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നു. അമ്മയെ നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടില്ല. ശ്രീധുവിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ പോലീസിന്റെ കയ്യിലില്ല. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കുട്ടിയുടെ മുത്തശ്ശിയിൽ നിന്നും സഹോദരി പൂർണേന്ദുവിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. മൊഴി വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ ആർക്കൊക്കെ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണവുമില്ല. സഹോദരനുമായി ശ്രീധുവിന്റെ വാട്സപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശ്രീധുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. നിലവിൽ മഹിളാ കേന്ദ്രത്തിലുള്ള ശ്രീധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനും പോലീസ് നീക്കമുണ്ട്. അതേസമയം കൃത്യത്തിൽ ശ്രീധുവിനും പങ്കുണ്ടെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഹരികുമാർ കുറ്റം ഏറ്റെടുക്കുകയായിരുന്നുവെന്നും ശ്രീധു അറിയാതെ കുഞ്ഞിനെ എടുക്കാൻ ഹരികുമാറിന് സാധിക്കില്ലെന്നും നാട്ടുകാർ ഉറച്ചു പറയുന്നു. കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു. പിന്നീട് ശംഖുമുഖം ദേവിദാസൻ, പിന്നീട് കാതികൻ SP കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസന മന്ത്രവാദിയായി മാറുകയായിരുന്നു. ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധു പോയിരുന്നു. ശ്രീധുവിനെതിരെ ഭർത്താവും ഭർത്താവിന്റെ പിതാവും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. തന്നെ ശ്രീധു അനുസരിക്കാറില്ലെന്ന് ശ്രീജിത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീധു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളായ ഷീബ റാണിയും ഷീജയും മൊഴി നൽകിയിട്ടുണ്ട്. ഇളയ കുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നുമൊക്കെ ശ്രീധു കള്ളം പറഞ്ഞതായാണ് ഇവർ ആരോപിക്കുന്നത്. കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീധു കരാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്ന് അയൽവാസികൾ വിശദീകരിക്കുന്നു. ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ കള്ളം പറച്ചിലിന് പിന്നിൽ ജ്യോതിഷന്റെ ഇടപെടലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെ കുറിച്ച് പോലീസ് വിശദ അന്വേഷണം നടത്തും. ശ്രീധു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിത്. സാമ്പത്തികമായി തന്നെ ഇയാൾ വഞ്ചിച്ചുവെന്നാണ് ശ്രീധു മൊഴി നൽകിയത്. ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ എന്നാണ് വിവരം. കാതികനായി മാറിയെങ്കിലും അതിലും വിജയിക്കാത്തതിനെ തുടർന്ന് പലചരക്ക് കട വരെ നടത്തി. ഇക്കാലത്ത് മുട്ടക്കച്ചവടക്കാരനുമായി. ഒടുവിലാണ് ദേവിദാസൻ എന്ന പേരിൽ മന്ത്രവാദത്തിലേക്ക് തിരിഞ്ഞത്. ഇയാൾക്കൊപ്പം മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധുവും പോയിരുന്നു. ശ്രീധു മുൻപ് തലമുണ്ടനം ചെയ്തിരുന്നു. ഇത് എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു എന്നതും അന്വേഷിക്കും. ഹരികുമാർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നുവെന്നും പൂണൂൽ ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അയൽവാസികൾ പറയുന്നു. നിലവിൽ കേസിലെ പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. അമ്മയോട് വൈരാഗ്യം തോന്നിയതാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതെങ്കിൽ ആ വൈരാഗ്യം എന്തിന്റെ പേരിലാ എന്നതാണ് ഉയരുന്ന ചോദ്യം. കേസിൽ ദുരൂഹത അഴിയാതെ തുടരുകയാണ്. കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യവും കുഞ്ഞിന്റെ മാതാവും സഹോദരനും തമ്മിലുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ എന്നിവയെല്ലാം സംശയാസ്പദമായിരിക്കുകയാണ്. കേസിലെ ഏറ്റവും പുതിയ വഴിത്തിരിവാണ് ദേവിദാസന്റെ ചോദ്യം ചെയ്യൽ. ഇയാളുമായി കുഞ്ഞിന്റെ മാതാവ് ശ്രീധുവിന് പണമിടപാട് ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. ശ്രീധുവിന്റെ ആത്മീയ ഗുരുവാണ് ഈ പൂജാരി എന്നും ശ്രീധുവിൽ നിന്ന് ഇയാൾ 30 ലക്ഷം തട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിന് ജ്യോതിഷം നൽകുന്ന മറുപടികൾ അന്വേഷണത്തിൽ നിർണായകമാകും. പൂജ പരിശീലിപ്പിക്കുന്ന ദേവിദാസന്റെ സഹായിയാണ് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ എന്നും ഇയാൾ ഒരാഴ്ച ദേവിദാസനൊപ്പം പൂജയ്ക്ക് പോയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്.
ഓൺലൈൻ വഴിയും ഇയാൾ പൂജാ പരിശീലനം നൽകുന്നുണ്ട്. നിലവിൽ ഹരികുമാറാണ് പോലീസ് അറസ്റ്റിലുള്ളത്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് സംഭവത്തിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ്. ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും 2 വയസ്സുകാരിയായ മകൾ ദേവേന്ദുവിനെ വ്യാഴാഴ്ചയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെളിവ് കിട്ടിയില്ല. ദേവിദാസിനെയും കേസിൽ പോലീസ് വെറുതെ വിടും. ദേവിദാസും ശ്രീധുവും തമ്മിലും പല ബന്ധങ്ങളുണ്ടെന്നുള്ള കഥകളും ഒക്കെ വരികയാണ്. പക്ഷേ ഇതിലെല്ലാം നിർണായകമായ ചില തെളിവുകൾ ലഭിക്കാനുണ്ട്. നന്ദി.